നമ്മുടെയൊക്കെ വീടുകൾ ചിലപ്പോഴൊരു യുദ്ധക്കളം പോലെയും മറ്റു ചിലപ്പോൾ സ്നേഹം കൊണ്ട് നിറയുന്നൊരിടം പോലെയും തോന്നാറില്ലേ? എങ്ങനെയാണ് സമാധാനവും സന്തോഷവുമുള്ള ഒരു കുടുംബജീവിതം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു വീടിനെ സ്നേഹം തുളുമ്പുന്നൊരിടമാക്കി മാറ്റുന്നതിനുള്ള ചില പ്രായോഗിക വഴികളെക്കുറിച്ചാണ്. നമുക്ക് തുടങ്ങാം. നമുക്ക് വളരെ ശക്തമായ ഈയൊരു പ്രസ്താവനയോട് തന്നെ തുടങ്ങാം. ഗൃഹനാഥയാണ് വീട്. എന്താണിതിന്റെ ശരിക്കുള്ള അർത്ഥം? ഒരു കെട്ടിടം ഒരു വീടായി മാറുന്നത് അതിലെ മനുഷ്യബന്ധങ്ങളിലൂടെയാണ്. ആ ബന്ധങ്ങളുടെയൊക്കെ കേന്ദ്രമെന്നു പറയുന്നത് ആ വീട്ടിലെ സ്നേഹവും കരുതലും നിറഞ്ഞൊരു അന്തരീക്ഷമാണ്. പണ്ടുകാലത്ത് ഈ ഉത്തരവാദിത്തം ഗൃഹനാഥയിൽ മാത്രമായി ഒതുങ്ങിയിരുന്നെങ്കിലും ഇന്ന് ഈ ആശയം ഒരു വ്യക്തിയെക്കുറിച്ചല്ല, മറിച്ച് ഒരു വീടിന് അതിന്റെ ആത്മാവ് നൽകുന്ന ആ ഒരു മനോഭാവത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ തുടങ്ങുന്നത് സന്തോഷമുള്ള ഒരു വീടിന്റെ അടിത്തറയിൽ നിന്നാണ്. പരമ്പരാഗതമായി നമ്മൾ ഗൃഹനാഥ എന്ന് വിളിക്കുന്ന ആ ഒരു കേന്ദ്ര ഊർജ്ജത്തെക്കുറിച്ച്. പക്ഷേ നമുക്ക് ആ പേരിനപ്പുറത്തേക്ക് ചിന്തിക്കാം. ഒരു വീടിന് താളവും ക്രമവും നൽകുന്ന ആ ഒരു കഴിവിനെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. നമ്മുടെ ജീവിതമൊക്കെ ഒരു കടലുപോലെയാണെന്ന് പറയാറില്ലേ? എപ്പോഴും തിരമാലകളുണ്ടാകും. ചിലപ്പോൾ സന്തോഷത്തിന്റെ ശാന്തമായ നിമിഷങ്ങൾ, ചിലപ്പോൾ പ്രതിസന്ധികളുടെ വലിയ കൊടുങ്കാറ്റുകൾ. ഈ സാഹചര്യങ്ങളിലൊക്കെ ഒരു കപ്പിത്താനെപ്പോലെ പതറാതെ വീടിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതിലാണ് ഏറ്റവും വലിയ കഴിവ്. ആ ഒരു കാര്യക്ഷമതയും കഴിവും മതി ഒരു വീട്ടിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ. ശരി, ഇനി നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ടു പോകുന്ന ഒരു വീടിന്റെ ആദ്യത്തെ തൂണിലേക്ക് വരാം. അതാണ് സാമ്പത്തിക ഭദ്രത. ഇതിനെ നമുക്ക് വെറുതെ പണം കൈകാര്യം ചെയ്യൽ എന്നതിലുപരി സമൃദ്ധിക്കായുള്ള ഒരു ശാസ്ത്രീയ സമീപനമായിട്ട് കാണാം. അതായത് തോന്നലുകൾക്കനുസരിച്ച് ചെയ്യുന്നതിനു പകരം കൃത്യമായ ചില നിയമങ്ങളും തത്വങ്ങളും ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു രീതി. ഈ സ്ലൈഡിലെ 2 ചിത്രങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഒന്നിൽ മറ്റുള്ളവരെ കാണിക്കാനുള്ള ആഡംബരങ്ങളും അതിന്റെ പിന്നാലെ വരുന്ന ടെൻഷനും, മറ്റൊന്നിലോ ലാളിത്യവും അതിൽ നിന്ന് വരുന്ന യഥാർത്ഥ സന്തോഷവും. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് മറ്റുള്ളവരുടെ ജീവിതം കണ്ട് നമുക്ക് വിഷമം തോന്നാൻ എളുപ്പമാണ്. പക്ഷേ ഓർക്കുക, യഥാർത്ഥ ജീവിത നിലവാരം വരുന്നത് ലാളിത്യത്തിൽ നിന്നും മനസ്സമാധാനത്തിൽ നിന്നുമാണ്. അതെ, ഈ ആശയം നമുക്ക് ഒന്നുകൂടി ഉറപ്പിക്കാം. ഉയർന്ന ജീവിത നിലവാരമെന്ന് പറയുന്നത് നിങ്ങളുടെ സോഫയുടെ വിലയിലോ കാറിന്റെ വലിപ്പത്തിലോ അല്ല. അത് നിങ്ങളുടെ മനസ്സിലെ സമാധാനത്തിന്റെ അളവിലാണ്. സംതൃപ്തിയിലും ബുദ്ധിയോടെ നമ്മുടെ സാമ്പത്തിക കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതിലുമാണ് ആ നിലവാരം ഒളിഞ്ഞിരിക്കുന്നത്. ശരി, ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷേ എങ്ങനെ പ്രായോഗികമാക്കും? നിങ്ങളുടെ വരുമാനം എത്ര കുറവാണെങ്കിലും വിഷമിക്കേണ്ട, ഇത് സാധ്യമാണ്. ഒന്നാമത്തെ പടി, ഒരു ഡിറ്റക്റ്റീവിനെ പോലെ നിങ്ങളുടെ പണം എങ്ങോട്ടാണ് പോകുന്നതെന്ന് കണ്ടെത്തുക. ഒരു നോട്ട്ബുക്കോ അല്ലെങ്കിൽ ഒരു മൊബൈൽ ആപ്പോ മതി അതിന്. രണ്ടാമതായി, നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒരു സന്തോഷവും തരാത്ത ചെലവുകളില്ലേ? അതിനെയൊക്കെ ഒരു എഡിറ്ററെ പോലെ അങ്ങ് വെട്ടിക്കുറയ്ക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം, ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും വേർതിരിച്ചറിയുക. ഇത് കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നാമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇതിന് സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ സാമ്പത്തിക ആരോഗ്യം പോലെ തന്നെ നമ്മുടെ ശാരീരിക ആരോഗ്യവും ചില ശാസ്ത്രീയ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ആ ശാസ്ത്രത്തിന്റെ പരീക്ഷണശാല എവിടെയാണെന്നറിയാമോ? അത് നമ്മുടെ സ്വന്തം അടുക്കളയാണ്. നമുക്ക് നമ്മളോട് തന്നെ ഒരു ലളിതമായ ചോദ്യം ചോദിക്കാം. നമ്മൾ എന്തിനാ ഭക്ഷണം കഴിക്കുന്നത്? നമ്മുടെ നാവിന് കിട്ടുന്ന ആ 5 മിനിറ്റ് നേരത്തെ സന്തോഷത്തിനാണോ? അതോ അടുത്ത 24 മണിക്കൂർ ഓടാനുള്ള ഊർജം നമ്മുടെ ശരീരത്തിന് നൽകാനാണോ? ഭക്ഷണത്തെ ശരീരത്തിനുള്ള ഇന്ധനമായി കാണുക എന്ന മനോഭാവമാണ് പ്രധാനം. ഇതിനർത്ഥം രുചിയില്ലാത്ത ഭക്ഷണം കഴിക്കണമെന്നല്ല, മറിച്ച് പോഷകങ്ങൾക്ക് എപ്പോഴും 1ാം സ്ഥാനം നൽകുക എന്നതാണ്. ഈ സ്ലൈഡില് വളരെ ലളിതവും എന്നാൽ വളരെ ശക്തമായ 2 കാര്യങ്ങളാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് പച്ചക്കറികൾ ഒരുപാട് വറുക്കരുത് എന്ന് പറയുന്നത്? കാരണം ഉയർന്ന ചൂടിൽ പാചകം ചെയ്യുമ്പോൾ പച്ചക്കറികളിലെ വിലയേറിയ വിറ്റാമിനുകളൊക്കെ നഷ്ടപ്പെട്ടു പോകും. എന്നാൽ ആവിയിൽ പുഴുങ്ങുന്നത് പച്ചക്കറികൾക്കൊരു സ്പാ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് പോലെയാണ്. അത് അവയുടെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടാതെ സംരക്ഷിക്കുന്നു. നമ്മുടെ ദഹനവ്യവസ്ഥയെ ഒരു ഹൈടെക് ഫാക്ടറിയായിട്ട് സങ്കല്പിക്കുക. ഭക്ഷണം നന്നായി ചവയ്ക്കുന്നത് ആ ഫാക്ടറിയിലെ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലിയാണ്. കാരണം ദഹനം വായിൽ നിന്ന് തന്നെ തുടങ്ങുന്നു. ഇനി ഭക്ഷണം കഴിച്ച ഉടനെ ഒരുപാട് വെള്ളം കുടിക്കുന്നത് ആ ഫാക്ടറിയിലേക്ക് വെള്ളം ഇരച്ചു കയറ്റുന്നത് പോലെയാണ്. അത് ദഹനരസങ്ങളെ നേർപ്പിക്കും, ഫാക്ടറിയുടെ പ്രവർത്തനം പതിയെയാക്കും. അതുകൊണ്ട് ദഹനത്തിന് ആവശ്യമായ സമയം കൊടുത്തതിനു ശേഷം മാത്രം വെള്ളം കുടിക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മുടെ ശരീരമെന്ന ക്ഷേത്രത്തിന്റെ ആരോഗ്യത്തിൽ നിന്ന് നമ്മൾ താമസിക്കുന്ന ക്ഷേത്രത്തിലേക്ക്, അതായത് നമ്മുടെ വീട്ടിലേക്ക് വരാം. നമ്മുടെ ചുറ്റുപാടുകളിലെ ലാളിത്യം എങ്ങനെയാണ് പവിത്രമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ധരിക്കുന്ന വസ്ത്രം വെറും ഫാഷൻ മാത്രമല്ല, അത് നമ്മളെക്കുറിച്ച് തന്നെയുള്ള ഒരു പ്രസ്താവനയാണ്. വൃത്തിയും മാന്യതയുമുള്ള വസ്ത്രധാരണം നമുക്ക് നല്ല ആത്മവിശ്വാസം തരും. അത് നമുക്കും മറ്റുള്ളവർക്കും ബഹുമാനം നൽകും. ഇത് ആരോഗ്യത്തിന്റെ മാത്രമല്ല,
നമ്മുടെ ആത്മാഭിമാനത്തിന്റെയും ഒരു വിഷയമാണ്. ഒരു ക്ഷേത്രത്തെ പവിത്രമാക്കുന്നത് എന്താണ്? അവിടുത്തെ ശാന്തത, വൃത്തി, പിന്നെ ആ പോസിറ്റീവ് എനർജി, അല്ലേ? അതേ ഊർജം നമ്മുടെ സ്വന്തം വീടുകളിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതൊരു കൊട്ടാരമായാലും ശരി, ചെറിയൊരു അപ്പാർട്ട്മെന്റ് ആയാലും ശരി. വില കൂടിയ അലങ്കാരങ്ങളല്ല പ്രധാനം, മറിച്ച് ചിട്ടയും വൃത്തിയും നമ്മൾ ആ ഇടത്തിന് നൽകുന്ന ശ്രദ്ധയുമാണ്. അപ്പോൾ നമ്മൾ ഈ മനോഹരമായ ക്ഷേത്രം പണിതു കഴിഞ്ഞു. പക്ഷേ ആളുകളില്ലാതെ ഒരു ക്ഷേത്രത്തിന് ജീവനുണ്ടാവില്ലല്ലോ. ഇത് നമ്മളെ അവസാനത്തെ, ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ തത്വത്തിലേക്കെത്തിക്കുന്നു: സഹകരണം. ഇത്രയൊക്കെ സംസാരിച്ച സ്ഥിതിക്ക് നമ്മൾ ആ വലിയ ചോദ്യത്തിലേക്ക് വരികയാണ്. ആരാണീ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്? ആരാണീ കപ്പലിന്റെ കപ്പിത്താൻ? ആരാണീ ക്ഷേത്രത്തിലെ പൂജാരി? പണ്ടത്തെ ഉത്തരം ഒരുപക്ഷെ ഒരാളുടെ പേരായിരിക്കാം. എന്നാൽ ഇന്നത്തെ ലോകത്തിനുള്ള ഏറ്റവും ശക്തമായ ഉത്തരം ഇതാണ്: ഗൃഹഭരണമെന്നത് ഒരു ടീം സ്പോർട്സാണ്. അത് ഒരാളുടെ മാത്രം ജോലിയല്ല, മറിച്ച് ഒരു കുടുംബം മുഴുവൻ ഒരുമിച്ച് ചെയ്യേണ്ട ഒരു പ്രോജക്റ്റാണ്. എപ്പോഴാണോ അതൊരു ടീം പ്രോജക്റ്റായി മാറുന്നത്, അപ്പോൾ ചില അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. ഈ സ്ലൈഡിൽ കാണുന്നതുപോലെ ജോലി എളുപ്പമാവുക മാത്രമല്ല, അത് ആസ്വാദ്യകരമായി മാറുന്നു. ഒരുമിച്ച് തുണിമടക്കുന്നത് സംസാരിക്കാനും വിശേഷങ്ങൾ പറയാനുമുള്ള സമയമാകുന്നു. ഒരുമിച്ച് പാചകം ചെയ്യുന്നത് പുതിയൊരു വിഭവം പരീക്ഷിക്കാനുള്ള അവസരമാകുന്നു. അങ്ങനെ വീട്ടുജോലികൾ കുടുംബബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാനുള്ള അവസരങ്ങളായി മാറുന്നു. ഈ ഒരു ചിന്തയോടെ നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങളൊന്ന് നിങ്ങളുടെ ചുറ്റും നോക്കൂ. നിങ്ങളുടെ വീട് ചുവരുകളും മേൽക്കൂരയും മാത്രമുള്ള ഒരു കെട്ടിടമാണോ? അതോ സമാധാനവും ആരോഗ്യവും സഹകരണവും നിറഞ്ഞ നിങ്ങളുടെ കുടുംബത്തിനായുള്ള ജീവസ്സുറ്റൊരു ക്ഷേത്രമാണോ? ആ ക്ഷേത്രം പടുത്തുയർത്താനുള്ള കഴിവും തെരഞ്ഞെടുപ്പും നിങ്ങളിൽ ഓരോരുത്തരിലുമുണ്ട്. ഈ ചർച്ചയിൽ പങ്കുചേർന്നതിന് നന്ദി.